അല്ല, ഒരു പെന്നല്ല അത്. അത് ആര് തേക്കോ? ഒന്ന് എടുത്തോക്കാം പെന്ന്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ഹലോ, is this pen yours? ഹലോ, is this pen yours? ഇത് നിങ്ങളുടെ പേനയാണോ? നോ, ഇറ്റ്സ് നോട്ട് മൈൻ. ഇറ്റ്സ് നോട്ട് മൈൻ. എന്റേതല്ല. മൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റേതല്ല. ഇറ്റ്സ് നോട്ട് മൈൻ. ഇസ് ദിസ് ബാഗ് യുവേഴ്സ്? എന്റെ ഈ ബാഗ് നിന്റേതാണോ? ഇസ് ദിസ് പെൻ യുവേഴ്സ്? ഈ പെന്ന് നിന്റേതാണോ? ഇസ് ദിസ് എന്തെങ്കിലും ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞിട്ട് യുവേഴ്സ് നിന്റേതാണോ? അപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം നോ, ഇറ്റ്സ് നോട്ട് മൈൻ. അല്ലെങ്കിൽ പറയാം യെസ്, ഇറ്റ്സ് മൈൻ. അല്ലെങ്കിൽ ദാറ്റ്സ് മൈൻ. താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദിസ്. നോ, ഇറ്റ്സ് നോട്ട് മൈൻ. ഇത് എന്റേതല്ല. ഇറ്റ് മൈ ബി ഹിസ്. അവന്റേതായിരിക്കും. ഇറ്റ് മൈ ബി ഹേഴ്സ്. അവളുടേതായിരിക്കും ഒരു പക്ഷേ. മൈറ്റ് ബി, പോസിബിലിറ്റി, സാധ്യത. മേ ബി എന്നൊക്കെ പറയുന്നില്ലേ? മേ ബി, മൈറ്റ് ബി. അമേരിക്കൻസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് മൈറ്റ് ബി എന്നാണ്. ഇറ്റ് മൈറ്റ് ബി ഹിസ്, ഇറ്റ് മൈറ്റ് ബി ഹേഴ്സ്. അത് ചിലപ്പോ അവന്റേതായിരിക്കും. ചോദിച്ചു നോക്ക്. അപ്പൊ നമ്മൾ അവന്റെ അടുത്തേക്ക് പോയി. അവന്റെ അടുത്തേക്ക് പോയിട്ട് ഇസ് ദിസ് പെൻ യുവേഴ്സ്? എക്സ്ക്യൂസ് മീ, ഇസ് ദിസ് പെൻ യുവേഴ്സ്? Yeah, that's mine. Thank you. I lost it. ഞാനത് നഷ്ടപ്പെട്ടിരുന്നു. Thank you for giving me this. I'm very upset. ഞാൻ വളരെ അപ്സെറ്റ് ആയിരുന്നു. Thank you for giving me this. It's mine. അല്ലെങ്കിൽ that's mine. എന്റേതാണ്. Thank you for giving me this. എനിക്ക് തന്നതിന് വളരെ നന്ദി. Thank you. അപ്പോ അത് ആ സെക്ഷൻ അവിടെ കഴിഞ്ഞു. ഇനി വേറൊരു സന്ദർഭമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഒരാളടുത്തേക്ക് ചെല്ലുന്ന സമയത്ത് ഓനിങ്ങനെ ഭയങ്കര പരിഭ്രാന്തിയിലും ബേജാറായിട്ട് നിൽക്കുകയാണ്. വൈ ആർ യു സോ നെർവസ്? നെർവസ് എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തിയിലായിരിക്കുക എന്നുള്ള. വൈ ആർ യു സോ നെർവസ്? എന്താണ് നീ ഒരു അങ്കലാപ്പിൽ അയക്കുക? വൈ യു സീം നെർവസ്? നീ കാണപ്പെടുന്നു. സീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണപ്പെടുന്നു. അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം, എല്ലാ തരത്തിലും പറയാം. അങ്ങനെയൊക്കെയാണ് ഞാൻ നമ്മുടെ സംഭാഷണം പറയുന്നത്. യു സീം നെർവസ്. വൈ ആർ യു സോ നെർവസ്? നീ എന്താണ് ഇത്ര പരിഭ്രാന്തിയിലായിരിക്കുന്നത്? ഐ ആം ടോട്ടലി നെർവസ് ബിക്കോസ് മേ ബി എന്തെങ്കിലുമൊക്കെ പറയാ. ഐ ഫീൽ സമ്മൺ ഫോളോയിങ് മീ. എന്നെ ആരോ പിന്തുടരുന്ന പോലെ. ഐ ഫെൽറ്റ്, ഞാൻ ഫീൽ ചെയ്തു. അല്ലെങ്കിൽ ഞാൻ ഫീൽ ചെയ്യുന്നു. ഐ ഫീൽ സമ്മൺ ഈസ് ഫോളോയിങ് മീ. എന്നെ ആരോ ഒന്ന് ഫോളോ ചെയ്യുന്ന മാതിരി ഉണ്ട്. ഇവിടെ പറഞ്ഞതിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളോട് ഇപ്പൊ നെർവസ്, പരിഭ്രാന്തിയിലായിരിക്കുന്ന സമയത്ത് വൈ മാൻ, വൈ ആർ യു സോ നെർവസ്? ലുക്കിംഗ് നെർവസ്, യു സീം നെർവസ്. അപ്പൊ അതും പഠിച്ചില്ലേ? നെർവസ്. നമ്മൾ ഒരാൾക്ക് സാധനം ആരുതാന്നുള്ള ചോദിക്കുന്ന പഠിച്ച് മനസ്സിലായി. അത് എന്റേതാണെങ്കിൽ എന്റേതെന്ന് പറയാ. അല്ലെങ്കിൽ അവന്റേതാണെങ്കിൽ ഒരു പക്ഷെങ്കിൽ അവന്റേതായിരിക്കും. ഇറ്റ് മൈറ്റ് ബി ഹിസ്. അങ്ങനൊക്കെ പഠിച്ചില്ലേ? അപ്പൊ കുറെ കാലത്തിന് ശേഷമാണ്, അതായത് 5-6 മാസം, 7 മാസമായിട്ടായി വീഡിയോസ് ചെയ്യാത്തത്. വേറൊന്നും കൊണ്ടല്ല, അതിന്റെ ഇടയിൽ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് അതൊരു വേറൊരു ചാനലിൽ യൂട്യൂബ് മോണിറ്റൈസേഷൻ ലഭിച്ചതിന്റെ പേരിൽ ആ ചാനലിലേക്ക് ഒന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കി. അതിൽ ട്രെയിൻ വീഡിയോസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതിലൊന്നും ഇത് അപ്ലൈ ചെയ്ത് നോക്കി. പക്ഷെങ്കിൽ നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ അതില്ല ചെയ്യാന്ന്. പക്ഷെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ല, ആൾക്കാർ എത്തുന്നില്ല. ഏതായാലും അതിൽ ട്രെയിൻ വീഡിയോസ് ആയിട്ട് തന്നെ ഇങ്ങനെ പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കണ്ടെന്ന് വരും. ഈ വീഡിയോസിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ ഇതുപോലെ എടുക്കാം. നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ട്? നിങ്ങൾ എത്രത്തോളം ഷെയർ ചെയ്യുന്നുണ്ട്? നിങ്ങൾ എത്രത്തോളം കമന്റ്സ് ഇടുന്നുണ്ട്? നിങ്ങൾ എത്രത്തോളം ലൈക്ക് അടിക്കുന്നുണ്ട്? അതിനനുസരിച്ചായിരിക്കും നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പലതരത്തിൽ നിങ്ങൾക്ക് ഞാനിങ്ങനെ പുതിയ പുതിയ രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ കുറെ താല്പര്യം കാണിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഏതായാലും ഈ ചെറിയ 2-3 സെന്റൻസ്, 3-4 സെന്റൻസോടുകൂടി ഈ വീഡിയോ അവസാനിക്കുകയാണ്. പുതിയ വീഡിയോ ആയിട്ട് വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.